കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമാക്കുന്നതിനെതിരെ ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി. ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും സർക്കാർ പരിപാടികളിൽ ഇത് പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തിയുമാണ് കത്ത് നൽകിയത്. മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് മുഖ്യമന്ത്രി കത്ത് നൽകിയത്. വി വി അരുൺ, ഒരിക്കൽ കൂടി അരുൺ, ഇങ്ങനെ ഒരു കത്ത് നൽകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി ഇങ്ങനെ ഒരു കത്ത് നൽകിയ സാഹചര്യത്തിൽ രാജ്ഭവൻ അത് അംഗീകരിക്കണമെന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ രാത്രി വൈകിയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് കത്ത് രാജ്ഭവൻ ഗവർണറുടെ ഓഫീസിൽ എത്തിച്ചത്. അതിൽ എന്തുകൊണ്ട് ഇത്തരമൊരു വിവാദം, മന്ത്രിമാർ എന്തുകൊണ്ട് ഈ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു, അതിനുള്ള സാഹചര്യം എന്തെന്ന് വളരെ വ്യക്തമായി തന്നെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ പരിപാടികളിൽ വരേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നങ്ങളാണ്. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് ദേശീയ ചിഹ്നങ്ങളുമുണ്ട്. അതാണ് സർക്കാർ പരിപാടികളിൽ വരേണ്ടത്. കേരള സർക്കാർ പരിപാടിയാകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മുദ്രകളും അതിന്റെ ഭാഗമാകും. അതിനപ്പുറത്തേക്ക് ഉള്ള ചിഹ്നങ്ങൾ സർക്കാർ പരിപാടി, ഔദ്യോഗിക പരിപാടിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. മന്ത്രിമാരുടെ സന്ദർശനവും അവർ ആ പരിപാടി ബഹിഷ്കരിക്കാനുണ്ടായ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വിശദമായ മുഖ്യമന്ത്രിയുടെ കത്ത്. ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ട്, ഭരണഘടനയിലെ പ്രസക്ത ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകുകയായിരുന്നു. മതേതരം ഭാരതത്തിന്റെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജ്യത്തിന്റെ ഏറ്റവും വ്യക്തമായ സന്ദേശം, ലോകത്ത് നൽകുന്ന സന്ദേശം കൂടിയാണ് മതേതരത്വം. ആ മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന, മതേതരത്തെ ലംഘിക്കുന്ന സംഘടനകളുടെ ചിഹ്നങ്ങൾ ഇതിൽ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഈ കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. RSS പരാമർശം അതിലില്ല. പകരം ഇത്തരത്തിൽ മതേതരത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ അടയാളങ്ങളോ ചിഹ്നങ്ങളോ അതിലുണ്ടാകാൻ പാടില്ലെന്ന ഒരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രിയുടെ കത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ കത്തിന് രാജ്ഭവൻ വൈകാതെ മറുപടി നൽകും. കത്ത് ഇന്ന് തന്നെ രാജ്ഭവൻ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയേക്കും. എന്തുകൊണ്ടാണ് അത്തരം ഒരു വിവാദം ഉണ്ടായെന്ന് വിശദമാക്കുന്ന കത്ത് രാജ്ഭവനിൽ നിന്നും നൽകും. ഇന്നലെ തന്നെ ഗവർണർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ തന്റെ ആശയങ്ങളിലോ തന്റെ നിലപാടുകളിലോ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. ഏറ്റുമുട്ടലില്ല എന്ന് പറയുന്നത് ഇത്തരത്തിൽ കീഴടങ്ങലാണെന്നോ അല്ലെങ്കിൽ ഒത്തുതീർപ്പാണോ എന്ന കരുതലെന്ന മുന്നറിയിപ്പ് ഇന്നലെ ഗവർണർ നൽകിയിരുന്നു. അത് ഇന്ന് ഔദ്യോഗികമായി തന്നെ ഗവർണർ സർക്കാരിനെ മുഖ്യമന്ത്രിയുടെ കത്തിന് മറുപടിയായി തന്നെ അറിയിക്കുകയും ചെയ്യും. ശരി. വി വി അരുൺ, തിരുവനന്തപുരത്ത്.